യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച വിഷയത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നതിനെ ന്യായീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ എല്ലാ നടപടികളും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണ്. വിഷയത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണം. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യും. യൂത്ത് കോൺഗ്രസ് വിമർശനത്തെ തള്ളി രമേശ് ചെന്നിത്തല. സോഷ്യൽ മീഡിയയിൽ പലതും വരുമെന്ന് ആഭ്യന്തരമന്ത്രി. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം വരും, അതൊക്കെ ഗവൺമെൻറ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യും. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ നടപടികളും കോടതിയുടെ സ്ക്രൂട്ടണിക്ക് വിധേയമാണ്. കോടതി നാളെ ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്? ഗവൺമെൻറ്റിന് കനത്ത തിരിച്ചടി എന്നല്ലേ നിങ്ങൾ എഴുതാൻ പോകുന്നത്? അപ്പോൾ അതൊക്കെ നോക്കിയിട്ടല്ലേ ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകും. SIT അന്വേഷണത്തിൽ അജിത് കുമാറിന്റെ പങ്ക് പുറത്തു വന്നിട്ടും നടപടി വൈകുന്നതിൽ കോൺഗ്രസിലടക്കം വിമർശനം ഉയർന്നിരുന്നു. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, ഉടൻ തന്നെ ഈ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. എന്നാൽ അതിൽ ഈ വൈകുന്നു എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിലും അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിൽ വിമർശനം ആഭ്യന്തരമന്ത്രിക്കെതിരെ തന്നെ ഉയർന്നിരുന്നു. അതിലാണോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി? സ്വാതി, അങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കടക്കാത്തതിലുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം രമേശ് ചെന്നിത്തല തള്ളിക്കളയുകയാണ്. ഏതെങ്കിലും തരത്തിൽ അജിത് കുമാറിനെതിരെ എടുത്തു ചാടിയൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് കോടതി തങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി സർക്കാർ പറയേണ്ടി വരും. എല്ലാം അതിൻ്റെ നിയമപരമായ വഴിയിൽ കൂടി തന്നെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തങ്ങൾ അജിത് കുമാറിനെ സംരക്ഷിക്കുകയല്ല എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. കോടതി മുഖേന അല്ലെങ്കിൽ കോടതിയുടെ ചോദ്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് സർക്കാരിന് മറുപടി പറയേണ്ടി വരും. അജിത് കുമാറിനെതിരെ അങ്ങനെ പെട്ടെന്നൊരു നടപടിയിലേക്ക് കടന്നാൽ എന്നാൽ നടപടി എടുക്കില്ല എന്ന തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ അജിത് കുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തതിൽ കനത്ത എതിർപ്പ്, കനത്ത വിമർശനം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അതിലൊരു പ്രതികരണമാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ പലരും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമെന്ന ഒരു കാര്യം മാത്രമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. സ്വാതി. ശരി ശ്രീരാജ്.